ഭഗവത്ഗീത 1-ാം അധ്യായം അർജുന വിഷാദയോഗം. ധൃതരാഷ്ട്രൻ പറഞ്ഞു, ഹേ സഞ്ജയ, ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ യുദ്ധോത്സുകരായി ഒത്തുകൂടിയ എൻ്റെ ആളുകളും പാണ്ഡവരും എന്താണ് ചെയ്തത്? വൃദ്ധചക്രവർത്തിയായ ധൃതരാഷ്ട്രൻ്റെ സഹായിയായ സഞ്ജയന് സ്ഥലകാലങ്ങൾക്കപ്പുറം കാണാൻ കഴിവുള്ള കണ്ണുണ്ട്. സഞ്ജയൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എല്ലാത്തരം കാഴ്ചയില്ലായ്മകളെയും സമ്യക്കായി ജയിച്ചവനെന്നാണ്. ചക്രവർത്തിയുടെ സ്വന്തം സഹോദരനായ പാണ്ഡുവിൻ്റെ മക്കളാണ് എതിരാളികൾ. കുരുക്ഷേത്രം യുദ്ധസ്ഥലത്തിൻ്റെ നാമവും അതേസമയം ധ്യാനാത്മകവുമാണ്. ക്ഷേത്രമെന്നാൽ ശരീരമാണെന്ന് 13-ാം അധ്യായം 2-ാം ശ്ലോകത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഇദം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ. ആദ്യ പദ്യത്തിൽ തന്നെ ക്ഷേത്രപദം 2 തവണ ഉപയോഗിച്ചിരിക്കുന്നു. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ. യുദ്ധഭൂമിയും അതുൾക്കൊള്ളുന്ന എല്ലാതും കൂടെ ഒരു ശരീരമായി കാണാം ക്ഷേത്രമെന്ന് ഉപയോഗിച്ചിരിക്കുന്ന പദം കൊണ്ട്. നന്മയുടെ പിതൃസഹോദര സന്തതി തന്നെയാണ് തിന്മ. സ്വാർത്ഥബോധം മുറിപ്പെട്ടാൽ നന്മയുടെ സ്വന്തം സന്താനം പോലും തിന്മയുടെ പക്ഷത്ത് ചേരും. ഇതാണ് കർണൻ. എൻ്റെ, അന്യൻ്റെ എന്ന ചിന്തയാണ് ഹിംസയുടെ കാതൽ. അജ്ഞാനമാണ് അതിൻ്റെ ഉറവിടം. അതുപോലെ അടക്കി പിടിച്ചു വയ്ക്കാനുള്ള വ്യഗ്രതയാണ് അതിൻ്റെ ലക്ഷണം. കാമക്രോധങ്ങൾക്ക് ജയമുണ്ടാകുമെന്ന് തന്നെയാണ് അറിവില്ലായ്മയുടെ പ്രതീക്ഷ. ഇനി ശ്ലോകം 2-3 ഒരുമിച്ച്. സഞ്ജയൻ പറഞ്ഞു, വ്യൂഹം ചമച്ച് അണിനിരുന്ന പാണ്ഡവ സൈന്യത്തെ കണ്ട ദുര്യോധനൻ രാജഭാവത്തോടെ ദ്രോണാചാര്യരുടെ സമീപം ചെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. ഇവിടെ 2-ാമത്തെ ശ്ലോകമാണ്. ഇവിടെ ദുര്യോധനൻ യജമാനഭാവത്തോടെ തൻ്റെ ആചാര്യനെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങിയാണ്. ദ്രോണർ എന്നല്ല ആചാര്യർ എന്നാണ് വ്യാസർ പറയുന്നത്. അതിലൊരു നർമ്മമുണ്ട്. തിന്മയെ വിദ്യ അഭ്യസിപ്പിച്ച ആചാര്യവിദ്യയ്ക്ക് ആ തിന്മയ്ക്ക് കീഴൊതുങ്ങേണ്ടി വരുമെന്നല്ല, ആ തിന്മയുടെ ശാസനകൾ ഒക്കെ നിരന്തരം ചെവിക്കൊള്ളേണ്ടിയും വരും. ഇനി 3-ാമത്തെ ശ്ലോകം. ആചാര്യ, അങ്ങയുടെ ബുദ്ധിമാനായ ശിഷ്യനും ദ്രുപദപുത്രനുമായ ദൃഷ്ടദ്യുമ്നൻ ചമച്ച മഹത്തായ പാണ്ഡവ സൈന്യ വ്യൂഹത്തെ കാണുക. ഇവിടെ ദുര്യോധനൻ ദ്രോണരുടെ മനസ്സ് ചീത്തയാക്കാൻ പുറപ്പെടുകയാണ്. വിദ്വേഷം ഊതി കത്തിക്കുക.